ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. എൻ്റെ ഈശോയുടെ അമ്മ എൻ്റെ അടുത്ത് വരുവാനുള്ള ഭാഗ്യം എനിക്ക് എവിടെ നിന്ന് ഈ വചനത്തിൽ വിശ്വസിച്ച് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി ഞങ്ങളെ ഉയർത്തിയതിനായി നന്ദിയോടെ സ്തുതിക്കുന്നു. എൻ്റെ പേര് റിബി ടിനോ. ഞാൻ തൃശ്ശൂർ ജില്ലയിൽ നിന്നാണ് വരുന്നത്. എൻ്റെ ഇടവക സെൻറ്റ് തോമസ് മർത്തോമ ചർച്ചാണ്. എൻ്റെ പപ്പയാണത്. ഞാൻ ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം, ഞാൻ സ്റ്റാഫ് നഴ്സായി വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് എനിക്കൊരു പത്രം കിട്ടുകയും അതിനോടനുബന്ധിച്ച് ഞാൻ ഉടമ്പടി എടുക്കാൻ 2019 ഇങ്ങോട്ട് വരികയാണ് ചെയ്തത്. ആ സമയത്ത് ഉടമ്പടി എടുത്തെങ്കിലും കോവിഡ് കാരണം പിന്നെ മുന്നോട്ട് പോകാൻ സാധിച്ചില്ല. അത് കഴിഞ്ഞ് ഞാൻ ജോലിക്കായി സൗദി അറേബ്യയിലേക്ക് പോവുകയും 2022 അവിടെ വെച്ച് സൗദി ലൈസൻസിന് വേണ്ടി ഒരു എക്സാം ഉണ്ടായിരുന്നു. ആ എക്സാം പാസ്സായാൽ മാത്രമേ നമുക്കവിടെ നിൽക്കാൻ സാധിക്കുള്ളൂ. അല്ലാത്ത പക്ഷം നമ്മളെ അവർ നാട്ടിലേക്ക് തിരിച്ചുവിടുകയായിരുന്നു. ഫസ്റ്റ് അറ്റംപ്റ്റ് ഞാൻ എൻ്റെ ഒരു മെറിറ്റിൽ ഞാൻ വിശ്വസിച്ച് എഴുതി. അത് ഞാൻ പാസ്സായില്ല. എൻ്റെ കഴിവിൽ വിശ്വസിച്ച് ഞാൻ ആ എക്സാം പാസ്സാവുമെന്ന് വിചാരിച്ചു. പക്ഷെ അത് പാസ്സായില്ല. പിന്നെ എനിക്കത് പാസ്സാവാതിരുന്നപ്പോൾ ഒത്തിരിയേറെ ഭയപ്പെട്ടു. കാരണം ഇനി ഒരു അറ്റംപ്റ്റും കൂടിയും പാസ്സായില്ലെങ്കിൽ തിരിച്ച് നാട്ടിയിട്ട് പോകേണ്ടി വരുമോ എന്നുള്ളൊരു ചിന്ത എന്നെ അലട്ടി. ഞാൻ ആ സമയത്ത് ഓൺലൈനിൽ ഉടമ്പടി എടുക്കുകയും പരിശുദ്ധ അമ്മയോടും ഈശോയോടും ചേർന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു. നന്നായി പഠിക്കുവാനുള്ള കൃപ ഉണ്ടാകുവാനും, അതുപോലെ തന്നെ എൻ്റെ കഴിവിലല്ല ഈശോയെ നിൻ്റെ കഴിവിലാൽ മാത്രമാണ് ഇനി ഞാൻ ജയിക്കുകയുള്ളൂ എന്ന വിശ്വാസത്തിൽ പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം ബലപ്പെടുത്തി എന്നെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ എൻ്റെ പാപങ്ങൾ ഓരോന്നും ഞാൻ എണ്ണി ഓർത്ത് പാപങ്ങളെ വെറുത്തുപേക്ഷിച്ച് വിശുദ്ധ കുർബാനയെ ഡെയിലി ഓൺലൈനിൽ പങ്കെടുക്കുകയും ചെയ്തു. അങ്ങനെ ഞാൻ എക്സാം എഴുതി. എക്സാമിൻ്റെ റിസൾട്ട് വന്നപ്പോൾ ഞങ്ങളുടെ ബാച്ചിലുള്ള എല്ലാവരേക്കാൾ അധികമായി 602 മാർക്ക് നൽകി മാതാവ് എന്നെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി മാറ്റി. ആ സമയത്ത് അമ്മ എനിക്കൊരു ദർശനം തന്നിരുന്നു, ഒരു 6 എന്നുള്ള സംഖ്യ. ആ സംഖ്യ എനിക്ക് കിട്ടിയപ്പോൾ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നത് കാനായിലെ കല്യാണ വിരുന്നിലെ 6 കൽഭരണികളാണ്. ആ കൽഭരണികളിൽ ഞാൻ വിശ്വസിച്ചു. ആ വെള്ളം നിറഞ്ഞതുപോലെ തന്നെ അമ്മ എൻ്റെ ജീവിതത്തിലും ഒരു വിജയം നൽകുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ചു പ്രാർത്ഥിച്ചു. രണ്ടാമത്തെ ഒരു സാക്ഷ്യം, എൻ്റെ 2 വർഷത്തെ കോൺട്രാക്റ്റ് കഴിഞ്ഞ് ഞാൻ അവിടെ നിന്ന് വേറൊരു ഹോസ്പിറ്റൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടാണ് തിരിച്ച് നാട്ടിലേക്ക് വരുന്നത്. 15 ദിവസം കൊണ്ട് റിട്ടേൺ കയറാമെന്ന് പറയുകയും അങ്ങനെ ഞാൻ എക്സിറ്റ് അടിച്ച് വരികയും ചെയ്തു. പക്ഷേ 15 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ ആ ഹോസ്പിറ്റലിൽ നിന്നുള്ള വിസ റിജക്റ്റ് ആവുകയും പിന്നീട് എനിക്കൊരു 4 മാസത്തോളം ഞാൻ ആ ഹോസ്പിറ്റലിലേക്ക് വേണ്ടി വീണ്ടും ട്രൈ ചെയ്തു. പക്ഷെ അത് കിട്ടുന്നുണ്ടായിരുന്നില്ല. ഇപ്പോൾ അവിടെ സ്വദേശിവൽക്കരണം കാരണം സൗദികളെ മാത്രമേ അവർ എടുക്കുന്നുള്ളൂ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. തീർത്ഥാടന ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. ആ സമയത്തൊക്കെ ഞാൻ ഒത്തിരിയേറെ വിഷമിച്ചു. കാരണം 15 ദിവസം കൊണ്ട് റിട്ടേൺ പോകാമെന്ന് പറഞ്ഞിട്ട് 4-5 മാസമായിട്ടും ഞാൻ പോയില്ല. ഞാൻ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുകയും ധ്യാനം കൂടുകയൊക്കെ ചെയ്തു. ഞങ്ങളുടെ ചർച്ചിൽ സൺഡേ മാത്രമേ ഞങ്ങൾക്ക് പരിശുദ്ധ കുർബാനയുള്ളൂ. ആ സമയത്തൊക്കെ ഞാൻ കുർബാനയ്ക്ക് പോകുമ്പോൾ ആളുകളെല്ലാവരും ചോദിക്കും, എന്തേ ഒന്നും ആയില്ലേ, നല്ലൊരു ജോലി കളഞ്ഞു വന്നു എന്ന ഒത്തിരിയേറെ കുറ്റപ്പെടുത്തലുകളൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്തൊക്കെ പരിശുദ്ധ അമ്മയോട് ഈശോയോട് ചേർന്ന് പ്രാർത്ഥിച്ചു. അപ്പോഴൊക്കെ ഞാൻ തളരുമ്പോഴൊക്കെ അമ്മ വചനം നൽകി എന്നെ അനുഗ്രഹിച്ചു. നീ ആവശ്യപ്പെട്ട ഈ കാര്യവും ഞാൻ ചെയ്യും, എന്തെന്നാൽ നീ എൻ്റെ പ്രീതി നേടിയിരിക്കുന്നു. ഈ വചനത്തിലൊക്കെ വിശ്വസിച്ച് ഞാൻ മുന്നോട്ട് പോയി. അങ്ങനെ ഇരിക്കെ എനിക്ക് ഒരു മിനിസ്ട്രിയുടെ കീഴിലുള്ള ഒരു ഹെൽത്ത് സെൻറ്ററിലേക്ക് നഴ്സായിട്ട് ജോബ് ഓഫർ ലെറ്റർ കിട്ടി. ആ സമയത്ത് GNM ഒരിക്കലും എടുക്കില്ലായിരുന്നു. BSc മാത്രം ആവശ്യമുള്ള ഒരു സമയത്താണ് GNM എമർജൻസി റിക്രൂട്ട്മെൻറ്റ് വന്നത്. അങ്ങനെ ഞങ്ങൾ 4 പേരിൽ ഒരാളായി ഞാൻ തിരഞ്ഞെടുത്തു. റിട്ടേൺ ഞാൻ 1 വർഷത്തിന് ശേഷം സൗദിയിലേക്ക് കയറിപ്പോവുകയും അവിടെ ജോലി ചെയ്യുകയും ചെയ്തു. ഞാൻ 1 വർഷക്കാലം ഒത്തിരി വേദന അനുഭവിച്ചു വീട്ടിലിരുന്നുവെങ്കിലും കർത്താവ് എനിക്ക് തന്ന അനുഗ്രഹത്തെ ഓർത്ത് നന്ദിയോടെ സ്തുതിച്ചു. ഓരോ ദിവസം ജോലിക്ക് പോകുമ്പോഴും അത്രയും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ജോലി. കാരണം എന്താ വെച്ചാൽ ഡ്യൂട്ടി ടൈം കുറവ്, ഒത്തിരിയേറെ പ്രാർത്ഥിക്കാൻ സമയം, ഒത്തിരിയേറെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ളൊക്കെ ഒരു അവസരം ആ ജോലിയിലൂടെ എനിക്ക് ലഭിച്ചു. മൂന്നാമത്തേതായിട്ടൊരു സാക്ഷ്യം എന്ന് പറയുന്നത്, ഞങ്ങൾക്ക് അക്കോമഡേഷൻ തരുമായിരുന്നു. കമ്പനി അക്കോമഡേഷനും അതുപോലെ തന്നെ പുറത്തേക്ക് അക്കോമഡേഷൻ അവർ തരുമായിരുന്നു. ആ സമയത്ത് ഞങ്ങളെല്ലാവരും കൂടി കൊളിക്കൊക്കെ കൂടി ഒരു വീട് കണ്ടുപിടിക്കുകയും ആ വീടിന് പേയ്മെൻറ്റ് അഡ്വാൻസ് കൊടുക്കുകയും ചെയ്തു. ആ സമയത്ത് അഡ്വാൻസൊക്കെ കൊടുത്ത് മാറാനിരിക്കുമ്പോഴാണ് ഈജിപ്ഷ്യൻസുകാർ ഞങ്ങളുടെ കൂട്ടത്തിൽ കൂട്ടാണ്ട് ഞങ്ങൾ സെപ്പറേറ്റ് ഒരു വീട് എടുക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, അഡ്വാൻസ് പേയ്മെൻറ്റ് ഞങ്ങളിനി തിരിച്ചു തരില്ല എന്ന് പറഞ്ഞു. അഡ്വാൻസ് പേയ്മെൻറ്റിന് വേണ്ടി സൗദിയായിട്ട് ഒത്തിരിയേറെ സംസാരിച്ചു. അതുപോലെ തന്നെ ഹോസ്പിറ്റലിലെ സൗദി ഒക്കെ സംസാരിച്ചിട്ടൊന്നും കിട്ടാത്ത അഡ്വാൻസ് പേയ്മെൻറ്റ്
ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന നിയോഗം വെച്ച് സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. അമ്മേ, ആ 500 രൂപ കിട്ടിയില്ലെങ്കിൽ ഞാൻ 500 രൂപ അവർക്ക് എടുത്തു കൊടുക്കേണ്ടി വരും, അങ്ങനെയൊന്നും ഇടവരുത്തല്ലേ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾക്ക് വേണ്ടി അമ്മ ഒരു ആളെ ഇടിവ് നിന്ന് ഞങ്ങൾക്ക് വേണ്ടി പറയുവാൻ വേണ്ടി വന്നു. ഒരു മലയാളി ചേട്ടൻ പറഞ്ഞു, ഞാനിന്ന് ആ സൗദിയെ വിളിച്ച് സംസാരിക്കാമെന്ന്. ആ സൗദിയോട് സംസാരിച്ച് അയാൾ ആ പൈസ ഞങ്ങൾക്ക് റിട്ടേൺ തരികയും ചെയ്തു. അങ്ങനെ വീണ്ടും അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി അമ്മ എന്നെ ഉയർത്തി. 4-മത്തേതായി ഞങ്ങൾക്കൊരു ഭവനം, വീണ്ടും ഞങ്ങൾ ഭവനം അന്വേഷിക്കുന്നുണ്ട്. ഇനിയും ഒരു അഡ്വാൻസ് പേയ്മെൻറ്റ് കൊടുക്കുവാൻ ഞങ്ങൾക്ക് ഒത്തിരിയേറെ ഭയപ്പാടാണ്. കാരണം ഇനി കിട്ടുമോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. അമ്മയോട് ഞാൻ പറഞ്ഞു, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയെ വീണ്ടും എന്നെ ഉയർത്തണമെങ്കിൽ അമ്മയുടെ ഒരു ഗ്രേ കളറ് കാണിച്ചു തരണമെന്ന് പറഞ്ഞു. ഞങ്ങളുടെ മുൻപിലേക്ക് വരുന്ന സൗദി ആ വീടിൻ്റെ ഓണറാണ്. ആ വീടിൻ്റെ ഓണർ ഒരു ഗ്രേ കളർ വസ്ത്രം അണിഞ്ഞു വേണം ഞങ്ങളുടെ മുൻപിലേക്ക് കടന്നു വരുവാനെന്ന് പറഞ്ഞു. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ സൗദി അവിടെ നിന്ന് ഒരു ഗ്രേ കളർ അബായ ഇട്ടാണ് കടന്നു വന്നത്. അപ്പോൾ തന്നെ ഞങ്ങൾ അഡ്വാൻസ് പേയ്മെൻറ്റ് കൊടുത്തു. അപ്പോൾ ആ വീട് കാണണോ വേണ്ടേ എന്നൊക്കെ ചോദിച്ചു. ഞങ്ങൾ പറഞ്ഞു, കാണണ്ട, ഇത് ഞങ്ങളുടെ പരിശുദ്ധ അമ്മ ഞങ്ങൾക്ക് തന്ന ഭവനമാണ്. ആ വീട്ടിലേക്കുള്ള എല്ലാ സാധനങ്ങളും ആ സൗദി ഞങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് തരികയും 500 രൂപ അലവൻസ് മാത്രം ഉണ്ടായിരുന്നു ഞങ്ങളേന്ന്. ആകെ 400 രൂപയ്ക്ക് ആ വീട് ഞങ്ങൾക്ക് എടുക്കുവാൻ സാധിച്ചതിന് അമ്മ ഞങ്ങൾക്ക് തന്ന ദാനമാണെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ വിശുദ്ധ വസ്തുക്കൾ ഉപയോഗിച്ച് ഞങ്ങൾക്ക് ഒത്തിരിയേറെ അനുഗ്രഹങ്ങളുണ്ടായിട്ടുണ്ട്. എനിക്ക് പ്രോട്ടീൻ അലർജി ഉള്ളതുകൊണ്ട് പാലും മുട്ടയൊക്കെ കഴിക്കുമ്പോൾ ലൂസ് മോഷൻ ഉണ്ടാവാറുണ്ട്. ആ സമയത്തൊക്കെ വിശുദ്ധ തൈലം, വിശുദ്ധ ഉപ്പ് ഞാൻ കഴിക്കുകയും വിശ്വാസ പ്രമാണം ചൊല്ലി കഴിക്കുകയും ചെയ്യുമ്പോൾ അത് കംപ്ലീറ്റായി പോയിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ പപ്പയ്ക്ക് കാലുവേദനയുണ്ടായിട്ടുണ്ട്. കാലുവേദനയൊക്കെ ഉണ്ടായി ഒത്തിരിയേറെ ടെസ്റ്റ് ചെയ്തിട്ടും കാലുവേദന മാറുന്നില്ല. ഒരടി നടക്കുമ്പോഴൊക്കെ കാലുവേദന കൊണ്ട് കാലൊത്തിരിയേറെ വേദനിക്കായിരുന്നു. ആ സമയത്ത് ഞാനൊരു സാക്ഷ്യം കേട്ടിരുന്നു. വിദൂരത്തുള്ളവരാണെങ്കിൽ ആ വിശുദ്ധ തൈലം നമ്മുടെ ദേഹത്ത് പുരട്ടി വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കാൻ. അങ്ങനെ ഞാൻ എൻ്റെ കാലിൽ വിശ്വാസ പ്രമാണം ചൊല്ലി ആ തൈലം പുരട്ടി പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് 2 ദിവസത്തിന് ശേഷം പപ്പയെ വിളിച്ചപ്പോൾ പപ്പ പറഞ്ഞു, എൻ്റെ കാലിലെ വേദനയൊക്കെ മാറി. അമ്മയുടെ സന്നിധിയിൽ ഞാൻ പപ്പയും കൊണ്ട് സാക്ഷ്യം പറയാൻ വരുമെന്ന് ഞാൻ അന്ന് പറഞ്ഞിരുന്നു. പപ്പയുടെ കാലുവേദന ഇത്ര നാൾ 6-7 മാസമായി ഇപ്പോൾ കാലുവേദന കംപ്ലീറ്റായിട്ട് മാറിക്കിട്ടിയിരിക്കുന്നു. ദൈവനാമത്തിന് നന്ദി പറയുന്നു. അടുത്തതായിട്ട് ഞാൻ എല്ലാ ദിവസവും ഡ്യൂട്ടിക്ക് പോകുമ്പോൾ വിശുദ്ധ തൈലം എൻ്റെ നെറ്റത്ത് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ ഡ്യൂട്ടിക്ക് ഇറങ്ങുന്നത്. അന്നത്തെ ദിവസം ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലി എൻ്റെ നെറ്റത്ത് തൈലം വെച്ചപ്പോൾ എൻ്റെ മനസ്സിൽ നിന്ന് പറയുന്നു, നിൻ്റെ ജീവിത പങ്കാളിക്ക് വേണ്ടി നീ തൈലം തൊട്ട് പ്രാർത്ഥിക്കുന്നില്ലേ എന്ന്. അന്നത്തെ ദിവസം പ്രത്യേകമായി എന്നോട് പറയുന്നത് പോലെ തോന്നി. അന്ന് ഞാൻ എൻ്റെ ജീവിത പങ്കാളിക്ക് വേണ്ടി തൈലം എൻ്റെ നെറ്റത്ത് വരച്ച് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. അന്ന് ഉച്ചയായപ്പോൾ എൻ്റെ ജീവിത പങ്കാളിയെ വലിയൊരു ആക്സിഡൻറ്റിൽ നിന്ന് അമ്മയുടെ നീലങ്കി പൊതിഞ്ഞ് സംരക്ഷിച്ച ഒരു വാർത്തയാണ് ഞാൻ കേൾക്കുവാനിടയായത്. വിശുദ്ധ തൈലം ഉപയോഗിച്ച് അമ്മ എന്നെ വരാൻ പോകുന്ന ദുരന്തത്തെ നേരത്തെ കൂട്ടി കാണിച്ചു തരുന്നത് പോലെയാണ് അന്ന് എനിക്കുണ്ടായത്. ഒത്തിരിയേറെ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അതുപോലെ തന്നെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം ഞങ്ങൾ സൗദിയിൽ ഒത്തിരിയേറെ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാൻ പറ്റില്ലെങ്കിലും ഞങ്ങൾ സാക്ഷ്യങ്ങൾ, അതുപോലെ തന്നെ പത്രങ്ങൾ ഞങ്ങൾ പോകുന്ന ചർച്ചകളിലേക്കൊക്കെ കൊടുക്കും. സാക്ഷ്യങ്ങളൊക്കെ ഷെയർ ചെയ്യും. പക്ഷേ ആ സാക്ഷ്യങ്ങളൊന്നും അവർ കേൾക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഞാൻ ചോദിക്കാറുണ്ട്. പക്ഷേ ചിലവർ വിളിക്കുമ്പോൾ ഒരു 20% ആളുകളും അത് കേൾക്കുന്നില്ല എന്ന് പറയും. അപ്പോൾ അച്ഛൻ പറയുന്നത് പോലെ വിശേഷ വിധിയായി നീ എന്തു ചെയ്യുന്നു എന്ന് അച്ഛൻ എപ്പോഴും പറയാറുണ്ട്. അതുപോലെ ഞാൻ പ്രാർത്ഥിച്ചു, അമ്മേ ഈ സാക്ഷ്യങ്ങൾ ഷെയർ ചെയ്യുന്നതൊക്കെ കേൾക്കുന്നില്ല ആരും. വിശേഷ വിധിയായിട്ട് ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പലപ്പോഴും ചോദിക്കാറുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ കൂട്ടുകാരീനെ ഞാൻ എൻ്റെ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലേക്ക് റിക്രൂട്ട് ചെയ്തത്. അവളോട് പറഞ്ഞു, ഇവിടെ നല്ല വേക്കൻസി ഉണ്ട്, നീ പോന്നോ, നിൻ്റെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളൊക്കെ മാറുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവളെയും ഇവിടേക്ക് കൊണ്ടുവന്നു. അവളുടെ ജീവിതത്തിൽ ഒത്തിരി പ്രതിസന്ധികൾ കണ്ടിട്ടാണ് ഞാൻ അവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. പക്ഷേ അവൾ ഇവിടെ വരികയും അവളുടെ എലിജിബിലിറ്റി ക്യാൻസലായി പോവുകയും ചെയ്തു. ആ സമയത്ത് അവൾ എന്നോട് ദേഷ്യപ്പെട്ട് പറഞ്ഞു, ചേച്ചി കാരണമാണ് ഞാനിവിടെ വന്നത്, ഇപ്പം എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല, എലിജിബിലിറ്റി ഇല്ലെങ്കിൽ തിരിച്ച് നാട്ടിലേക്ക് പോകണമെന്നൊക്കെ പറഞ്ഞു. ആ സമയത്ത് ഞാനും പ്രാർത്ഥിച്ചു, അമ്മയെ ഉടമ്പടി എടുത്തിരിക്കുന്ന ഞാനാണ്, അവളുടെ വിഷയത്തിൽ അമ്മ ഇടപെടണമെന്നൊക്കെ പ്രാർത്ഥിച്ചു. ആ സമയത്ത് ഞാൻ അവളോട് എമർജൻസി ആയിട്ട് ഞാൻ അവളോട് പറഞ്ഞു,
നീ എത്രയും പെട്ടെന്ന് ഒരു ഉടമ്പടി എടുക്ക്, ലൈറ്റ് ആൻഡ് ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്. അതുപോലെ തന്നെ 7 ദിവസം കൃപാസനത്തിൽ അമ്മ പ്രത്യക്ഷപ്പെട്ട ഡിസംബർ 7 ആ 7 ദിവസവും നീ ഫാസ്റ്റിംഗ് എടുത്ത് പ്രാർത്ഥിക്കും നന്നായിട്ട്. വിശ്വാസ പ്രമാണം ചൊല്ലി ജപമാലയൊക്കെ ചൊല്ലി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ആദ്യം അവൾ എന്നെ കുറേ വഴുക്കൊക്കെ പറഞ്ഞു, ചേച്ചിക്ക് എന്താണെന്ന് വെച്ചു. അപ്പോൾ നീ പ്രാർത്ഥിക്കുക, ഇതിന് ഉത്തരം കിട്ടും, 7 ദിവസത്തിന് ശേഷം ഇതിന് ഉത്തരം കിട്ടുമെന്ന് പറഞ്ഞു. എനിക്ക് അപ്പോൾ കിട്ടിയൊരു വചനം ലൂക്ക 22:32 നിൻ്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കുവാൻ നീ പ്രാർത്ഥിക്കുക, നിനക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും, തിരികെ ചെന്ന് നിൻ്റെ സഹോദരങ്ങളെ ശക്തിപ്പെടുത്തുക എന്നുള്ളത്. ഞാൻ അവളോട് വീണ്ടും പറഞ്ഞു, നീ നന്നായി പ്രാർത്ഥിക്കും. 3-4 ദിവസം കഴിഞ്ഞപ്പോൾ അവൾ പ്രാർത്ഥനയിൽ ഒത്തിരിയേറെ മാറ്റം വന്നു. 7ാമത്തെ ദിവസം അത്ഭുതം എന്നോളം അവളുടെ എലിജിബിലിറ്റി സക്സസ്ഫുൾ ആവുകയും അവൾക്ക് നല്ലൊരു സ്ഥലത്ത് ജോലി കിട്ടുകയും ചെയ്തു. അങ്ങനെ ഞാൻ വിശേഷവിധിയായി എന്ത് ചെയ്യണമെന്ന് ചിന്തിച്ചപ്പോൾ ഈ 15 പേരടങ്ങുന്ന ഒരു കൃപാസന ഗ്രൂപ്പ് ഞാൻ ക്രിയേറ്റ് ചെയ്തു. ആ ഗ്രൂപ്പിൽ പല പല ജീവിത ഉള്ളവരുണ്ട്. അവർക്കൊക്കെ വേണ്ടി ഞങ്ങൾ 7 ദിവസം ഫാസ്റ്റിംഗ് എടുക്കും. അതുപോലെ തന്നെ വിശ്വാസ പ്രമാണം ചൊല്ലും, കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കും, അങ്ങനെ സാക്ഷ്യങ്ങൾ കേൾക്കും. അങ്ങനെ ഒത്തിരിയേറെ പ്രാർത്ഥനാ നിയമങ്ങളൊക്കെ വെച്ച് അവരുടെ ആവശ്യങ്ങളൊക്കെ നടന്നു കിട്ടുന്നതായി കാണുവാൻ സാധിച്ചു. അതുപോലെ കാരുണ്യ പ്രവൃത്തികൾ ഈ ഗ്രൂപ്പിൽ തന്നെ ഞങ്ങൾ ഒത്തിരിയേറെ കാരുണ്യ പ്രവൃത്തികൾ ചെയ്യുന്നുണ്ട്. അനാഥാശ്രമങ്ങളിലേക്കൊക്കെ ഞങ്ങൾ ഫണ്ട് അതിൽ നിന്ന് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അച്ഛൻ്റെ ഡെയിലി ബ്രെഡും അച്ഛൻ്റെ ഉടമ്പടി ധ്യാനമൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട്. അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് കേൾക്കാതെ ഞങ്ങൾ ഒരു ദിവസം പോലും ആരും ഡ്യൂട്ടിക്ക് പോകില്ല. കാരണം ആ ആശീർവാദം കിട്ടിയെങ്കിൽ മാത്രമേ ഞങ്ങളുടെ ഡ്യൂട്ടിയിൽ ഞങ്ങൾ പൂർണ്ണ സുരക്ഷിതരാകൂ എന്നുള്ള ബോധ്യം ഞങ്ങൾക്കുണ്ട്. അതുപോലെ തന്നെ നന്നായി ആത്മീയ ജീവിതത്തിൽ കൂടുതൽ പ്രാർത്ഥിക്കുവാനും കൂടുതൽ ജപമാല ചൊല്ലുവാനൊക്കെ സാധിച്ചു. കാരണം വിശുദ്ധ കുർബാനയൊക്കെ പങ്കെടുക്കുമ്പോഴൊക്കെ വിശുദ്ധ കുർബാനയിൽ അനുഭവവേദ്യമാകാറുണ്ടായിരുന്നില്ല. ഇപ്പോഴൊക്കെ ഉടമ്പടി ജീവിതത്തിൽ കടന്നതോടെ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന സമയമൊക്കെ ഈശോയുടെ പീഡാസഹനമൊക്കെ എൻ്റെ മനസ്സിലൂടെ കടന്നു പോകും. ആ സമയത്തൊക്കെ ഒത്തിരിയേറെ ഭാരം എൻ്റെ മനസ്സിലുള്ളതുപോലെ എനിക്ക് തോന്നും. ഇത്ര നാളും ഇല്ലാത്തൊരു ജീവിതത്തിനൊരു മാറ്റം വന്നതുപോലെ ഈ ഉടമ്പടിയിൽ നിത്യതയോടുകൂടെ ഈശോയുടെ കൂടെ ആയിരിക്കാൻ തക്കവണ്ണം കർത്താവ് ഞങ്ങളെ ബലപ്പെടുത്തട്ടെ. എന്നെ എൻ്റെ കുടുംബത്തെയും അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി ഉയർത്തട്ടെ എന്ന് പ്രാർത്ഥിക്കും. അനർത്ഥകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിന്നെ മോചിപ്പിക്കും, നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. സങ്കീർത്തനം 50:15 പ്രത്യേകമായിട്ട് 3 കാര്യങ്ങൾക്കാണ് ദൈവം നമ്മെ വിളിക്കുന്നത്. എന്നെ വിളിക്കാൻ പറയുന്നത് ദൈവത്തിങ്കിലേക്ക് തിരിയാനാണ്. നമ്മുടെ സഹായവും രക്ഷയും ദൈവമാണ്. നീ എന്നെ മഹത്വപ്പെടുത്തുമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഒരു ഉറപ്പാണ്. വിളിയും പിന്നെ രക്ഷയും പിന്നെ സാക്ഷ്യവുമാണ്. ഒരു ബന്ധത്തിൻ്റെ വിളിയാണ്, ഒരു ആത്മീയ ബന്ധത്തിൻ്റെ വിളിയാണ് ഉടമ്പടി ജീവിതം. നമ്മുടെ പ്രശ്നങ്ങൾ കൊണ്ട് നാം അകലെ പോകേണ്ട. നാം വിളിക്കുമ്പോൾ വിളി കേൾക്കുന്ന ഒരു ദൈവമാണ്. നമ്മുടെ കാര്യങ്ങളിൽ ഇടപെടുന്ന ഒരമ്മയാണ് നമ്മുടെ കൂടെ ഉള്ളതെന്നാണ് ഉടമ്പടി മക്കൾക്ക് വിശ്വസിക്കാൻ പറ്റാവുന്ന ഒരു വലിയ കാര്യം. റിബീറ്റിനോ എന്ന സഹോദരിയുടെ സാക്ഷ്യത്തിലും നാം അതുതന്നെയാണ് മനസ്സിലാക്കുന്നത്. ഏത് സാഹചര്യമാണെങ്കിലും ഏതവസ്ഥയാണെങ്കിലും ഈശോയും അമ്മയും കൂടെ നിന്ന് കൈപിടിച്ച് നടത്തുന്ന ഒരു വലിയൊരു ദൈവാനുഭവത്തിൻ്റെ സാക്ഷ്യമാണ് ഈ മകൾ നമ്മളോട് പറഞ്ഞത്. വിസയിലുണ്ടായിരുന്ന പ്രശ്നങ്ങളും ജോലിയിലുണ്ടായിരുന്ന പ്രശ്നങ്ങളും ഈ മകൾ പറഞ്ഞതുപോലെ ആദ്യം ഓൺലൈൻ ഉടമ്പടിയാണ് എടുത്തത്. ആദ്യം കൃപാസനത്തിൽ വന്നത് തന്നെ ഒരു പത്രം കിട്ടിയതിലൂടെയാണ്. നമ്മൾ കൊടുക്കുന്ന ഓരോ പത്രവും ഓരോ ജീവിതമാണ് ഈശോയിലേക്ക് നയിക്കുന്നത്. അങ്ങനെയാണ് ഈ മകൾ കൃപാസനത്തിൽ വരികയും ഈശോയും അമ്മയും കൂടുതൽ അറിയുകയും പ്രത്യേകിച്ചും പ്രത്യക്ഷീകരണത്തിൻ്റെ ഒരു സാക്ഷിയായി ഇന്നിവിടെ നിൽക്കാൻ സാധിച്ചതും. പരിശുദ്ധ അമ്മ കാനായിലെ കല്യാണത്തിന് അവരുടെ പ്രശ്നങ്ങൾ കണ്ട് ഈശോയോട് പറഞ്ഞ് പരിഹാരം ഈശോയുടെ കൈകളിലേക്ക് വിട്ടുകൊടുത്തതുപോലെ കൃപാസനം അമ്മയാണ് നമ്മുടെ കഷ്ടതകളിൽ നമ്മൾ ഓരോ മക്കളെയും ദൈവത്തിങ്കിലേക്ക് നയിക്കുന്നത്. പരിശുദ്ധ അമ്മ വിളിക്കുന്ന ഹൃദയത്തിൻ്റെ വിളി കേൾക്കുന്ന ഒരമ്മയാണ്. ഇടപെടുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. ആ ദൈവത്തിലേക്ക് നയിക്കുന്ന ഒരമ്മയാണ് നമ്മുടെ കൂടെയുള്ളത്. കഷ്ടകാലങ്ങളിൽ ദൈവത്തെ നമുക്കും വിളിക്കാം. നമുക്ക് വഴികൾ അറിയില്ല, പക്ഷേ കർത്താവിൻ്റെ കരുണയിൽ വിശ്വസിച്ച് കൃപാസനം അമ്മ നമ്മുടെ വിളി മകൻ്റെ മുൻപിൽ സമർപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. റിബീറ്റിനോയ്ക്കും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശു